ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മളെല്ലാം ഒരുപാട് വെറൈറ്റി പായസങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് മിൽക്ക് മെയ്ഡ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പാല് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ തിളപ്പിക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ആവശ്യം 1 കപ്പ് പഞ്ചസാരയാണ്. ഇനി നമ്മൾ എടുത്തേക്കുന്ന നമ്മുടെ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യം പാൽപ്പൊടിയാണ്. നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 തവി പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതുതരം പാൽപ്പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ അമൂല്യയുടെ പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അടുത്തതായി നമുക്ക് ആവശ്യം ബട്ടറാണ്. നമുക്ക് ബട്ടർ തന്നെ വേണമെന്നില്ല, നമുക്ക് സാധാരണ നമ്മുടെ നോർമൽ നെയ്യാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ മെൽറ്റഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മിക്സ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ പാല് നല്ല രീതിയിൽ തിളപ്പിച്ച് കുറുക്കിയെടുത്താണ്. നമ്മളിവിടെ വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നമ്മുടെ മിക്സ് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒട്ടും കൂടി പോകാതെ നമ്മളൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം യൂസ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ തിക്നെസ് കുറയും. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമ്മുടെ മിൽക്ക് മെയ്ഡ് നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അധികം നേരം ഒന്നും വെക്കണ്ട, ആകെ ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. അപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് 5 മിനിറ്റ് ഫ്രീസറിലൊക്കെ വെച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന മിൽക്ക് മെയ്ഡ് പോലെ തന്നെ നല്ല തിക്കും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്.